ഹലോ ഗായ്സ് അസ്സലാമു അലൈക്കും വെൽക്കം ടു വേസുബി എന്ന് നേരത്തെ തിരിച്ച് കുളിയും നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഒരു സിമ്പിളായിട്ട് വരുന്ന ഒരു പേസ്റ്റൽ കളറിൽ ലവ് ഷേപ്പ് ഡിസൈൻ ആയിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് മോൾ ഔട്ട്ഫിറ്റായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹെയർ സ്റ്റൈലൊക്കെ ഇത് എങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എൻ്റേത് പറയുമ്പോൾ ഞാനൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷർട്ടിൽ ഒരു ലൂസ് പലാസോ പാൻറ്റിൽ ഒരു മെറൂൺ കളർ ഷാളാട്ടോ ചെയ്തത്. പിന്നെ അതിന് ശേഷം ആ മോള് പള്ളിയിലേക്ക് പോകുന്ന എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഞാൻ ദിവസം ഒമാനിൽ ആദ്യമായിട്ടോ പെരുന്നാൾ നിസ്കാരം കൂടുന്നത്. ഇവിടെ ഭയങ്കര നേരത്തെ ഉണ്ടായിരുന്നു. പിന്നെ മക്കളായിട്ട് പോകുമ്പോൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാവില്ല വെച്ചിട്ട് ഞാൻ അങ്ങനെ പോകാറില്ലായിരുന്നു. ഇപ്രാവശ്യം ഗ്രൗണ്ടിലാണെന്ന് കേട്ടപ്പോൾ ഇൻഷാ അല്ലാ എന്തായാലും പോകണമെന്ന് ആഗ്രഹിച്ചു. അങ്ങനെ ഞങ്ങളിതാ പോവായി കേട്ടോ. ഇത് ഞങ്ങൾ പക്ഷേ നേരത്തെ എത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു അധികം ആളുകളൊന്നും ഉണ്ടാവില്ല. പക്ഷേ നിസ്കാര സമയമാകുമ്പോഴേക്കും മാഷാ അല്ലാ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു യേശുവായിരിക്കും ഏറ്റവും കുഞ്ഞായിട്ടൊക്കെ ഉണ്ടാവാൻ. പക്ഷേ യേശുവിനേക്കാളും കുഞ്ഞു മക്കളൊക്കെ അവിടെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് ആൾക്കാർക്ക് നിസ്കരിക്കാൻ പോലും സ്ഥലം ഉണ്ടായിരുന്നില്ല. അത്രത്തോളം ആളുകളുണ്ടായിരുന്നു. പിന്നെ ലിയനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പിയായി. ലിയനെ അടുത്ത് ഓടി കയറി ലിയ എന്നെ എടുക്കുക, ലിയ എവിടെയായിരുന്നു, മിസ് ചെയ്യൂ ഒക്കെ പറയും. ഇത് നമ്മളെ റാഫി ബേബി ആയിരുന്നു കേട്ടോ. അപ്പം ഞാൻ യേശുവിനെ കാണാനായിട്ട് അപ്പം ബേജുദാ ലിയൻ്റെ കൂടെ ഇരുന്ന് ബ്രെഡും ചിക്കൻ കറിയും കഴിക്കുന്ന എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. അവിടെ നിന്ന് ലിയൻ്റെ കൂടെ നിന്ന് വർത്താനൊക്കെ പറഞ്ഞ് കുറേ നേരം ഇരുന്ന് ചിക്കനും ബ്രെഡൊക്കെ കഴിക്കുമായിരുന്നേ. പിന്നെ ഞങ്ങൾ ഒരുപാട് അവിടെ നിന്ന് ഫോട്ടോസും സെൽഫിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പോകുമ്പോൾ ഒരുപാട് സെൽഫിയൊക്കെ എടുത്ത് ഇത്രയേ ഉള്ളൂ. അസ്സലാമു അലൈക്കും. ഇത് മുബാരക്.